നമസ്കാരം. മുഖ്യമന്ത്രി ചർച്ചകൾക്ക് നിയന്ത്രണം വേണമെന്ന് ഹൈക്കമാൻഡ് ആവശ്യപ്പെട്ടിട്ട് പോലും അത് അവസാനിപ്പിക്കാൻ വി.ഡി. സതീശനും VDS പക്ഷവും തയ്യാറല്ല. മുഖ്യമന്ത്രി സ്ഥാനം കിട്ടിയില്ലെങ്കിൽ മാനസിക നില തെറ്റും എന്ന അവസ്ഥയിലാണ് വി.ഡി. സതീശൻ. പ്രതിപക്ഷ നേതാവായി പോലും ശോഭിക്കാൻ കഴിയാതിരുന്ന ഒരാളാണ് വി.ഡി. സതീശൻ. അദ്ദേഹത്തിനു വേണ്ടി സമൂഹ മാധ്യമങ്ങളിലൊക്കെ പലരും മുറവിളിയും നിലവിളിയും നടത്തുന്നുണ്ട്. സതീശന്റെ സമൂഹ മാധ്യമം കൈകാര്യം ചെയ്യുന്ന അഡ്വക്കേറ്റ് വിമല ബിനുവിന്റെ ശബ്ദരേഖകളും വാട്സാപ്പ് ചാറ്റുകളുമൊക്കെ പുറത്തു വന്നിരുന്നു. വി.ഡി. സതീശൻ ആരാണെന്ന് നമ്മളൊന്നറിയണം. നിലപാടുകളുടെ രാജകുമാരൻ എന്ന് വാഴ്ത്തുപാട്ടുകാർ വാഴ്ത്തിപ്പാടുന്ന സതീശന്റെ യഥാർത്ഥ നിലപാട് എന്താണെന്നറിയണം. 2021 പാർട്ടിയിൽ വലിയ കോളിളക്കമൊക്കെയുണ്ടാക്കി വി.ഡി. സതീശൻ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് എത്തുന്നത്. KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രനെ മാറ്റി ആ സ്ഥാനത്ത് K. സുധാകരനെത്തി. പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുത്തതിനു ശേഷം സതീശൻ അന്ന് പറഞ്ഞത് കേരളത്തിൽ കോൺഗ്രസിനെ കുറേ നാൾ കൊണ്ടു നടന്നത് K. കരുണാകരനും AK. ആന്റണിയുമായിരുന്നു. അതിനുശേഷം ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും ആ സ്ഥാനത്തെത്തി. ഇനി ഈ പാർട്ടിയെ കേരളത്തിൽ നയിക്കുന്നത് ഞാനും സുധാകരനുമായിരിക്കും. ഞാൻ ഇവിടെ വെച്ച് നടത്തുന്ന ഒരു പ്രഖ്യാപനം പാർട്ടിയിലെ ഗ്രൂപ്പുകൾ ഇല്ലാതാക്കും എന്നുള്ളതാണ്. എന്നു മാത്രമല്ല, 3 മാസത്തിനുള്ളിൽ പുനഃസംഘടന പൂർത്തിയാക്കും. 3 മാസം കൊണ്ട് ബൂത്ത് തലം തൊട്ട് സംസ്ഥാന തലം വരെയുള്ള പുനഃസംഘടന പൂർത്തിയാക്കും. ഇങ്ങനെയാണ് സതീശൻ അന്ന് പറഞ്ഞത് ഇന്നലെയും മിനിഞ്ഞാന്നുമൊന്നുമല്ല. 2021 കൊല്ലം 5 ആകുന്നു. പുനഃസംഘടന പോയിട്ട് തമ്മിലടി പോലും നിർത്തലാക്കിക്കാൻ സതീശന് കഴിഞ്ഞിട്ടില്ല. അതിനുശേഷം 3 തെരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ്, 2025 തദ്ദേശ തെരഞ്ഞെടുപ്പ്, 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ്. ഇങ്ങനെ 3 തെരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞു. പക്ഷേ ബൂത്ത് മണ്ഡലം തുടങ്ങി താഴെത്തട്ടിൽ പോലും ഇതുവരെ പുനഃസംഘടന നടന്നിട്ടില്ല. നിരവധി സ്ഥലങ്ങളിൽ ബൂത്ത് കമ്മിറ്റി പോലുമില്ലാത്ത അവസ്ഥയാണ്. ഇനി സംസ്ഥാന നേതൃത്വത്തിലേക്ക് വന്നാലോ? ഇപ്പോഴും KPCCക്ക് ഒരു പൂർണ്ണ സമയ അധ്യക്ഷനില്ല. KPCC അധ്യക്ഷനായിരുന്ന സണ്ണി ജോസഫ് ആകട്ടെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പേരാവൂരിലേക്ക് പോയി. പക്ഷേ സ്ഥാനമൊഴിഞ്ഞ് മറ്റൊരാളെ ഏൽപ്പിച്ചു പോകാൻ അദ്ദേഹം തയ്യാറായില്ല. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് പോലും അദ്ദേഹം ആ സ്ഥാനം മറ്റൊരാളെ ഏൽപ്പിക്കാൻ തയ്യാറല്ല. മറ്റൊരു പാർട്ടിയിലും ഈയൊരു ദുർഗതിയുമില്ല. 3 വൈസ് പ്രസിഡന്റുമാരെ നിയമിച്ചു. ഇതിൽ AP അനിൽകുമാറും PC വിഷ്ണുനാഥും. ഇവർ രണ്ടുപേരും തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു. പിന്നെയുള്ളത് ഒരേ ഒരാൾ മാത്രമാണ് ഷാഫി പറമ്പിൽ. ഷാഫി പറമ്പിലാകട്ടെ KPCCയുടെ പ്രവർത്തനങ്ങളിൽ സജീവമായിരുന്നുമില്ല. അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളുമായി മുന്നോട്ട് പോയി. പേരിനൊരു വൈസ് പ്രസിഡന്റ് ഉണ്ടായെന്ന് മാത്രം. പിണറായി വിജയനെതിരെയുള്ള അതിനിർണായകമായ ഒരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കേണ്ടതായിട്ടുകൂടി മത്സരിക്കാൻ പോയ 2 സ്ഥാനാർത്ഥികൾക്ക് പകരം ആളെ നിയമിക്കാൻ കഴിഞ്ഞിട്ടില്ല. വി.ഡി. സതീശനെ പൊക്കിക്കൊണ്ട് നടക്കുന്ന അണികളും ഇത്തിൽക്കണ്ണികളും വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയാകണമെന്ന സർവേ ഫലത്തിലൂടെ കൊട്ടിഘോഷിച്ചു. മനോരമയും മാതൃഭൂമിയും അടക്കമുള്ള മാധ്യമങ്ങളോട് ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ. 5 കൊല്ലം മുൻപ് പ്രതിപക്ഷ നേതാവായി സ്ഥാനമേറ്റെടുത്തപ്പോൾ 3 മാസത്തിനുള്ളിൽ പുനഃസംഘടന പൂർത്തിയാക്കുമെന്ന് പറഞ്ഞ വി.ഡി. സതീശൻ സമ്പൂർണ്ണ പരാജയവും ഭൂലോക തോൽവിയുമല്ലേ? അല്ല, ഞാനീ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? ഇനി KPCC അധ്യക്ഷനായിരുന്ന K. സുധാകരനുമായിട്ടുള്ള പ്രശ്നമോ? പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിനു ശേഷം നടന്ന പത്രസമ്മേളനത്തിൽ സുധാകരനോട് സതീശൻ കൊമ്പുകോർത്തത് പരസ്യമായി മാധ്യമങ്ങൾക്ക് മുന്നിൽ വെച്ചായിരുന്നു. സുധാകരൻ സതീശനെ പുലഭ്യം പറയുന്ന സ്ഥിതിയുണ്ടായി. അതായത് KPCC അധ്യക്ഷൻ പ്രതിപക്ഷ നേതാവിനെ അസഭ്യം വിളിക്കുന്നു. അതിന് സുധാകരനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. സതീശൻ അത് ചോദിച്ചു വാങ്ങിയതാണ്. മറ്റൊന്ന്, സതീശൻ്റെ താൻ പ്രമാണിത്വവും അഹങ്കാരവുമാണ്. എത്രയോ തവണ നമ്മളത് കണ്ടു. പൊതുജന മധ്യത്തിലാണ്, മാധ്യമങ്ങളുടെ മുന്നിലാണ് എന്നുള്ള തിരിച്ചറിവ് പോലും ഇല്ലാതെയാണ് സതീശൻ പലപ്പോഴും പെരുമാറിയത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ PV അൻവറിനെ UDFൽ എടുക്കണമെന്ന് എല്ലാവരും ഒറ്റക്കെട്ടായി പറഞ്ഞിട്ട് പോലും സതീശൻ എന്ന ഒരൊറ്റയാളിൻ്റെ പിടിവാശി കൊണ്ടാണ് അന്നത് നടക്കാതെ പോയത്. ഒടുവിൽ PV അൻവറിനെ UDFൽ എടുക്കേണ്ടി വന്നു. അതുപോലെ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ കാര്യം. രാഹുലിനെ മണിക്കൂറുകൾക്കുള്ളിൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത് സതീശൻ്റെ നിർബന്ധമായിരുന്നു. ആരെയൊക്കെയോ പ്രീതിപ്പെടുത്താനാണ് സതീശൻ അത് ചെയ്തതെങ്കിലും ഒടുവിൽ എന്തായി? സതീശന്റെ തീരുമാനങ്ങൾ തെറ്റായിരുന്നു എന്ന് കോടതി വിധിയിലൂടെ ബോധ്യപ്പെട്ടില്ലേ? രാഹുലിന് പിന്തുണ വർദ്ധിക്കുകയും ചെയ്തു. നിലപാടുകളുടെ രാജകുമാരനാണ് സതീശൻ എന്ന് പറയുമ്പോഴും അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോഴാണ് ചരിത്രത്തിൽ ആദ്യമായി BJPക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് കിട്ടിയത്. 7 നിയമസഭാ മണ്ഡലങ്ങൾ ചേരുന്നതാണ് ഒരു ലോക്സഭാ മണ്ഡലം എന്നോർക്കണം.
അത് തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല. കാരണം BJPക്ക് കേരളത്തിൽ അയിത്തമൊന്നുമില്ല. പക്ഷേ കേരളത്തിൽ ഭരണരംഗത്ത് അധികം വേരുകളില്ലാതിരുന്ന BJP ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ പോലൊരു സ്ഥലത്ത് ജയിച്ചു കയറുമ്പോൾ അത് നിലപാടുകളുടെ രാജകുമാരൻ്റെ കൂടി കഴിവുകേടാണ്. LDFനെ കൂട്ടേണ്ടതില്ല. കാരണം ഭരണവിരുദ്ധ വികാരവും പിണറായി വിരുദ്ധ വികാരവും കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. BJP ജയിക്കുമ്പോൾ പൂരം കലക്കി ഗർഭം കലക്കി എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. സുരേഷ് ഗോപി തൃശൂർ സ്വരാജ് കൗണ്ടിൽ ചെന്ന് കപ്പലണ്ടിയും വാങ്ങി കുറച്ചുകൊണ്ടു നിന്നാൽ അദ്ദേഹത്തിന് വോട്ട് കിട്ടില്ല. അതിന് പ്രവർത്തിക്കണം. സുരേഷ് ഗോപി പ്രവർത്തിച്ചു, അദ്ദേഹം ജയിച്ചു, അത്രയുള്ളൂ. 5 കൊല്ലങ്ങളായി സതീശൻ പ്രതിപക്ഷ നേതാവായിരിക്കുകയാണല്ലോ. എത്രയോ സമരങ്ങൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടന്നു. ആശാവർക്കർമാരുടെയും വനിതാ പുരുഷ CPO റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവരുടെയും സമരങ്ങൾ നടന്നു. മാസങ്ങളോളം രാപ്പകലെന്നില്ലാതെ പല സമരമുറകളും അവർ നടത്തി. 24 മണിക്കൂറെങ്കിലും പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ സതീശൻ അവരോടൊപ്പം സമരം നടത്തിയോ? പോട്ടെ, ദുർമേധസ് കുറയ്ക്കാനെങ്കിലും ഒരു പകൽ നിരാഹാര സമരം നടത്താമായിരുന്നല്ലോ അവരോടൊപ്പം. എന്തുകൊണ്ട് ചെയ്തില്ല? കാരണം സതീശൻ സുഖലോലുപനാണ്. പിണറായി വിജയന്റെ മറ്റൊരു പതിപ്പാണ്. പ്രതിപക്ഷ നേതാവായി പോയതുകൊണ്ട് മാത്രം സമരപ്പന്തലിലെത്തി ഒരു പ്രസംഗം കാച്ചും, തിരിച്ചു പോകും. സർക്കാരിനെ പ്രതിസന്ധിയിലാക്കാവുന്ന ഒരു സമരങ്ങളെയും ഫലപ്രദമായി ഉപയോഗപ്പെടുത്താൻ സതീശന് കഴിഞ്ഞിട്ടില്ല. സർക്കാരിനെതിരെയോ മുഖ്യമന്ത്രിക്കെതിരെയോ ഏതെങ്കിലും ഒരു കേസുമായി പ്രതിപക്ഷ നേതാവെന്നുള്ള നിലയിൽ സതീശൻ കോടതിയെ സമീപിച്ചിട്ടുണ്ടോ? പിന്നെ ആകെ ചെയ്തിട്ടുള്ളത് വെള്ളാപ്പള്ളിക്കെതിരെയും സുകുമാരൻ നായർക്കെതിരെയും എന്തൊക്കെയോ പ്രസ്താവനകൾ നടത്തിയതും മാത്രമാണ്. അതും അവർ വ്യക്തിപരമായി അധിക്ഷേപിച്ചപ്പോൾ മാത്രം. NSSന്റെ തിണ്ണ നിരങ്ങുന്ന ആളായിരുന്നു സതീശനെന്ന് സുകുമാരൻ നായർ തന്നെ പരസ്യമായി പറഞ്ഞിട്ടുള്ളതല്ലേ? അതുമാത്രമല്ല, മാധ്യമപ്രവർത്തകരോടും വളരെ പ്രകോപനപരമായിട്ടാണ് സതീശൻ എപ്പോഴും പെരുമാറിയിട്ടുള്ളത്. അതാണ് ഞാൻ മുമ്പ് പറഞ്ഞത്, പിണറായി വിജയന്റെ കാർബൺ കോപ്പിയാണ് സതീശനെന്ന്. സതീശന്റെ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന അഡ്വക്കേറ്റ് വിമല ബിനുവിന് സംഘപരിവാറുമായും മുസ്ലിം സംഘടനകളുമായും ബന്ധമുണ്ടെന്ന തരത്തിലുള്ള ആരോപണങ്ങൾ വരുന്നുണ്ട്. മുതിർന്ന നേതാക്കളെ മോശക്കാരാക്കുന്ന കമന്റുകൾ ചെയ്യാൻ വിമല ബിനു പറഞ്ഞു എന്നുള്ള ആരോപണം ഉയരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ സതീശൻ അറിയാതെയാണോ? അപ്പോൾ ഇതാണ് VD സതീശൻ്റെ തനി സ്വരൂപം. യഥാർത്ഥത്തിൽ സതീശന് 3 മുഖങ്ങളുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. 1 സംഘപരിവാറിൻ്റെ മുഖം, 2 മതേതര കോൺഗ്രസിൻ്റെ മുഖം, 3 തീവ്ര മുസ്ലിം സംഘടനകളുടെ മുഖം. ഇതാണ് യഥാർത്ഥ സതീശൻ എന്ന കാര്യം മറച്ചു വെച്ചുകൊണ്ടാണ് മാധ്യമങ്ങൾ ഇദ്ദേഹത്തെ വെള്ളപൂശി തോളിലെടുത്ത് വെച്ചുകൊണ്ട് നടക്കുന്നത്. മാധ്യമങ്ങൾക്കും സമൂഹ മാധ്യമങ്ങൾക്കും കോടിക്കണക്കിന് രൂപ കൊടുത്ത് അവരെ കയ്യിലെടുത്ത് വാഴ്ത്തുപാട്ട് പാടിക്കുകയാണ് സതീശനെന്നും ആരോപണമുണ്ട്. അതുകൊണ്ട് ഒരു ഭൂതത്തെ ഇറക്കിവിടാനാണ് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നതും വോട്ട് ചെയ്ത് ഫലമറിയാനായി പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നതും. ഭൂതത്തിനെ ഇറക്കിവിട്ടിട്ട് വെള്ളാട്ടപ്പോക്കറെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് ആത്മഹത്യാപരമാണ് എന്നുകൂടി കേരളത്തിലെ പൊതുസമൂഹവും കോൺഗ്രസ് പ്രവർത്തകരും മനസ്സിലാക്കണം.